മെഡിക്കൽ കോളേജ് അപകടം ആരോഗ്യമന്ത്രി വന്ന് ഉരുട്ടിയിട്ടതാണോ എന്ന ചോദ്യവുമായി മന്ത്രി വി എൻ വാസവൻ. ഒരപകടമുണ്ടായാൽ ആ വകുപ്പിലെ മന്ത്രി രാജിവെക്കണം എന്നാണോ? അങ്ങനെ വന്നാൽ മന്ത്രിമാരുടെ സ്ഥിതി എന്താകും? കോട്ടയത്തുണ്ടായ സംഭവം ദൗർഭാഗ്യകരമാണ്. പത്തനംതിട്ടയിൽ പാർട്ടിയിൽ വിമർശനമുണ്ട് എങ്കിൽ പരിശോധിക്കും. അടുത്ത ക്യാബിനറ്റിൽ കുടുംബത്തിന് ധനസഹായം പ്രഖ്യാപിക്കുമെന്നും മന്ത്രി. വിമാനം ഉണ്ടായതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി രാജിവെക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെ ഒരു ഏതെങ്കിലും വണ്ടിയോടെ ഉണ്ടായ ഉടനെ ഗതാഗതമന്ത്രി രാജിവെക്കുകയാണ്? എൻ്റെ ആരോഗ്യമന്ത്രി വന്ന് ഉരുട്ടിയിട്ടതോ തള്ളിയിട്ടതോ അത്തരത്തിൽ ഉണ്ടായതല്ലോ. ഉണ്ടായ സംഭവം നിർഭാഗ്യകരമാണ്. അതിന് കാലകൂട്ടി നടപടികൾ സ്വീകരിച്ചിരുന്നു. അത് ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ അപ്പോൾ ചില ഉപകരണങ്ങളോട് വരാനുള്ള മാറ്റം ആണ് താമസം വന്നത്, അല്ലെങ്കിൽ അത് നേരത്തെ തീരുമായിരുന്നു. അപ്പോൾ കാലകൂട്ടി അതിന് മുന്നൊരുക്കങ്ങളെല്ലാം നടത്തി എന്നുള്ളതിൽ ക്ലിയർ ആകുന്നത് നിശ്ചയമായി നിങ്ങൾ പറഞ്ഞ വളരെ ശരി. അടുത്ത ക്യാബിനറ്റ് എന്ന് പറഞ്ഞാൽ ഇന്നലെ ഞാൻ അവിടെ വെച്ച് തന്നെ വിശദീകരിച്ചു. അടുത്ത ക്യാബിനറ്റിലെ ഇതിൻ്റെ തീരുള്ളൂ. ഇപ്പോൾ കളക്ടർ റിപ്പോർട്ടൂടെ കിട്ടണം. സിജോ വർഗീസ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ കൊച്ചിയിൽ നിന്നും. സിജോ, മന്ത്രി പതിവ് രീതിയിൽ പോലെ അദ്ദേഹത്തിന്റെ പ്രസ്താവന ആവർത്തിക്കുകയാണ്. ഇപ്പോൾ ഒരു പരിഹാസ രൂപേണയാണ് അദ്ദേഹം ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നതും. ഈ വിഷയത്തിൽ പുതിയതായി അദ്ദേഹം ഒന്നും പറയുകയും ചെയ്തിട്ടില്ല. എന്താണ് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്? അജി, മെഡിക്കൽ കോളേജിലുണ്ടായ ഒരു അപകടം അത് ദൗർഭാഗ്യകരമാണ് എന്ന് പറയുകയും ചെയ്യുന്നു. അതേസമയം തന്നെ സംസ്ഥാനത്തുടനീളം സർക്കാരിനെതിരെയും ഒപ്പം തന്നെ ആരോഗ്യവകുപ്പിനെതിരെയും വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചുകൊണ്ട് വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നു. ഈ സമയത്താണ് മന്ത്രി വി എൻ വാസവൻ്റെ ഇത്തരത്തിലൊരു പ്രതികരണം വന്നിരിക്കുന്നത്. അതായത് ഒരു അപകടം ഉണ്ടാകുമ്പോൾ ആ വകുപ്പിനെ കുറ്റം പറയുകയോ അല്ലെങ്കിൽ മന്ത്രിയെ പ്രതിസ്ഥാനത്ത് കൊണ്ടുവരികയോ അല്ല ചെയ്യേണ്ടത്. അങ്ങനെ ഒരു മന്ത്രി രാജിവെക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ വന്നാൽ ഈ മന്ത്രിമാരുടെയൊക്കെ ഒരു അവസ്ഥ എന്താകും? ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മന്ത്രി ഇക്കാര്യം പറയുകയും ചെയ്യുന്നത്. അതായത് കർണാടകയിൽ ഇത്തരത്തിൽ ക്രിക്കറ്റ് താരങ്ങൾ വന്നു, അവരെ സ്വീകരിക്കുന്ന ചടങ്ങിൽ മരണമുണ്ടായി. പക്ഷേ ഏത് മന്ത്രിമാരെ രാജിവെക്കണമെന്നുള്ള ഒരാവശ്യമാണ് ആരാണ് ഉന്നയിച്ചത്? അങ്ങനെ ആരെങ്കിലും ഉന്നയിച്ചോ? ഒപ്പം തന്നെ വിമാനാപകടമുണ്ടായി. അങ്ങനെ ഒരു അപകടമുണ്ടായാൽ പ്രധാനമന്ത്രി രാജിവെക്കണമെന്നാണോ? മന്ത്രി വീണ ജോർജ്, അതായത് ആരോഗ്യമന്ത്രി എത്തി ഇടിച്ചിട്ടതാണോ എന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെയാണ്. വളരെ ലഘൂകരിച്ചുള്ള ഒരു പ്രതികരണമൊക്കെയാണ് വരുന്നത്. എന്താണ് പ്രശ്നമുണ്ടായത് എന്ന് മനസ്സിലാക്കി അതിൽ വീഴ്ചയുണ്ടെങ്കിൽ അത് കണ്ടെത്തി പരിഹരിക്കാനുള്ള നടപടികളാണ് ഉണ്ടാവേണ്ടത്. അത്തരം കാര്യങ്ങൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. പകരം ഇത്തരം പ്രതിഷേധങ്ങൾ അത് എന്തോ ബോധപൂർവം കരുതിക്കൂട്ടി ചെയ്യുന്നു എന്നുള്ള ഒരു തലത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഈ കെട്ടിടങ്ങൾ അത് ശോചനീയാവസ്ഥയിലാണ് എന്ന് റിപ്പോർട്ട് നൽകിയത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ്. അതിനുശേഷം കാര്യമായ ഒരു കാര്യങ്ങളും നടത്തിയിട്ടില്ല. പിന്നീട് LDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണ് 4 പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുകയും ആവശ്യത്തിനുള്ള ഫണ്ട് വകയിരുത്തുകയും ചെയ്തിരിക്കുന്നത്. അന്ന് മിണ്ടാതിരുന്നവർ, അന്ന് പ്രതികരിക്കാതിരുന്നവർ ഇന്ന് പ്രതിഷേധവുമായി രംഗത്ത് വരുന്നു തുടങ്ങിയ ഒരു ആരോപണവും മന്ത്രി വി എൻ വാസവൻ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനമായിട്ടുള്ള കാര്യം ഈ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. വേണ്ട കാര്യങ്ങൾ യഥാസമയം ഈ സർക്കാർ ചെയ്തിട്ടുണ്ട്. അടുത്ത ക്യാബിനറ്റ് യോഗത്തിൽ എത്ര വ്യക്തമായിട്ടുള്ള ഒരു കാര്യത്തിൽ ഈ നഷ്ടപരിഹാരം നൽകുന്നതിൽ വ്യക്തത വരും. അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തീരുമാനമാകും എന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാന കാര്യം, ഈ പത്തനംതിട്ടയിൽ ചില വിമർശനങ്ങൾ, പാർട്ടി തലത്തിൽ ചില വിമർശനങ്ങൾ CPM നിന്ന് തന്നെ ഉയരുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ചോദ്യം മാധ്യമപ്രവർത്തകർ ചോദിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് അത്തരം വിമർശനങ്ങൾ ഏതെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പാർട്ടി പരിശോധിക്കും. അവർ CPM ആളുകൾ തന്നെയാണോ എന്നുള്ളതും അറിയേണ്ടതുണ്ട്. അക്കാര്യത്തെക്കുറിച്ച് കൂടുതൽ അറിയില്ല, പക്ഷേ പരിശോധിച്ച് അക്കാര്യത്തിൽ മറുപടി എടുക്കുമെന്ന് തന്നെയാണ്. മറ്റൊന്ന് പ്രധാനമായിട്ടും നമ്മൾ ചോദിച്ചൊരു ചോദ്യം പ്രധാനമായിട്ടും ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെ നടപടി ഉണ്ടാകുമോ എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനമായും ആശുപത്രി സൂപ്രണ്ടിനെ ന്യായീകരിച്ച് സർക്കാർ രംഗത്ത് വരികയും ചെയ്തു. അതേസമയം തന്നെ ചില ആശങ്കകൾ ഈ പരാതി ഉന്നയിച്ച ഡോക്ടർ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അദ്ദേഹം മികച്ച ഒരു ഡോക്ടറാണ്. കേരള ജ്യോതി പുരസ്കാരം നൽകി സർക്കാർ തന്നെ ആദരിച്ച ഡോക്ടറാണ്. ദൈവത്തെ പോലെയാണ് രോഗികൾ പലരും അദ്ദേഹത്തെ കാണുന്നത്. അത്തരമൊരു ഡോക്ടറെ ആക്ഷേപിക്കുന്നത് ശരിയല്ല, അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുന്നത് ഉചിതമാകുകയില്ല എന്നൊരു വിലയിരുത്തലാണ് സർക്കാരിനുള്ളത് എന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ചില ന്യായീകരണങ്ങൾ ഇത്തവണ ഈ ശക്തമായ പ്രതിഷേധത്തിനിടയിലും മന്ത്രി വി എൻ വാസവൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇത് അറ്റ്ലസ് കൺവെൻഷൻ സെൻറ്ററിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടയിലാണ് നമ്മൾ ഈ പ്രതികരണം തരികയത്. അതിനുശേഷം മന്ത്രി വി എൻ വാസവനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടാകുകയും ചെയ്തു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അജി, ശരി. സിജോ വർഗീസാണ് വാർത്തകളുടെ സമഗ്രമായ വിവരം കൊച്ചിയിൽ നിന്ന്.